ഇവനെയൊക്കെ ഞാൻ പച്ചക്ക് വലിച്ചു കീറും. സത്യഭാമയല്ല, നിന്റെ ഭാമ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ. എന്നെ അതിലും പേരോ ഞാൻ 2 മുഴം കയറെടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ. നല്ല തീരുമാനം. എന്നാ പറയാം മല്ലികയ്ക്ക് എന്താ അറിയാം? അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിൽ പോകാനുള്ള യോഗ്യത ഉണ്ടോ മല്ലികയ്ക്ക്? കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം. പോടാനായേ സ്മാർട്ട് ബോയ്. എന്തല്ലേ ഇവരെ നിങ്ങൾ അറിയും? സത്യഭാമ കുറിച്ച് നീട്ടിപ്പരത്തി പറഞ്ഞാൽ കലാമണ്ഡലം സത്യഭാമ. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ? പോയി അവിടുന്ന്. കലാഭവൻ മണിയുടെ അനിയനും നർത്തകനുമായ ഡോക്ടർ RV രാമകൃഷ്ണനെ നൃത്തത്തിന്റെ പേരിൽ അപമാനിച്ച വനിതാ രത്നം. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. താടകയായി സത്യഭാമ ഉറഞ്ഞു തുള്ളുന്നതിന്റെ കാരണം നമ്മുടെ മല്ലിക ചേച്ചിയാണ്. മല്ലിക പറഞ്ഞു, എനിക്കറിയാവുന്ന കലാമണ്ഡലം സത്യഭാമ മരിച്ചുപോയി. അവർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമ. അയ്യോ കഷ്ടമായി പോയി. അവൻ അങ്ങനെ തന്നെ വേണം. നീ ആരാടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ? എന്നാടി നിനക്ക് കാറുണ്ടായിടി? എന്നാടി നിനക്ക് കാറിൽ കറങ്ങാൻ സമയം കിട്ടിയത്? ഇങ്ങൊക്കെ ചോദിച്ചു. താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? സത്യഭാമയെ നമിച്ചു. ഭാമേടത്തിയുടെ വാക്കുകൾ കേട്ടാൽ ഏത് തളർന്ന് കിടന്നവനും എഴുന്നേറ്റ് പോവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സത്യമായിട്ടും സത്യഭാമയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക കേരളത്തിന് വെറും അപമാനമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നവൾ. ഇപ്പോഴേ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഒരു സാമൂഹിക വിപത്തായി ഈ സ്ത്രീ മാറും. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എല്ലായിടത്തും എത്തിച്ച എത്രയോ കലാകാരന്മാർ സ്വന്തം പേരിനൊപ്പം കലാമണ്ഡലം ചേർത്ത് വെച്ചിരിക്കുന്നു. ആ മഹാന്മാർക്ക് കൂടി അപമാനമാണ് ഈ സത്യഭാമ. വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇനിയും ഒപ്പം കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി മര്യാദക്ക് ജീവിക്കുക. മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഇല്ലെങ്കിൽ ചെറുമക്കളുടെ കെട്ടുവിട്ട് കൈവിട്ട് പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു ശമനം കിട്ടും. നാട്ടുകാർക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഇനി അതൊന്നും വയ്യെങ്കിൽ 2 വീശ്, വെളിവ് കൂടും, ബോധം തെളിയും. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല.